സർ ഈ പിള്ളേർക്കുള്ള അലർജിക് ഡിസീസസ് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? യൂഷ്വലി കുട്ടികളിൽ നിർത്താതെയുള്ള ചുമ, അതുപോലെ തന്നെ റിക്കറൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, വീസിങ് ഒക്കെ ആയിട്ടാണ് യൂഷ്വലി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. റെസ്പിറേറ്ററി സിംറ്റംസ് ബേസിക്കലി മാനിഫെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഒരു ചെറിയ തണുപ്പ് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു വേറിട്ട ഒരു ഭക്ഷണം, നോർമലി കഴിക്കാത്തൊരു ഭക്ഷണം കഴിക്കുമ്പോഴോ അവർക്ക് നെഞ്ചിൽ കഫക്കെട്ടോ നെഞ്ചിൽ ഭാരോ ഉള്ള പോലെയുള്ള ഒരു ഫീലിംഗ് കാണാറുണ്ട്. ശ്വസിക്കുന്ന പ്രക്രിയ ബുദ്ധിമുട്ടുള്ളതായി മാറും. യൂഷ്വലി അതൊരു ഇൻവോളണ്ടറി പ്രോസസ്സാണ്. നമ്മുടെ ശ്വാസം, ബ്രീത്തിങ് ഈസ് എൻ ഇൻവോളണ്ടറി പ്രോസസ്. ശ്വാസം വിടുന്നത് നമ്മൾ അറിയുന്നില്ല. ദ മൊമെന്റ് വി നോ അബൌട്ട് യുവർ ബ്രീത്തിങ്, it means that there is something problematic in your chest. അപ്പം നമ്മുടെ ചെസ്റ്റിനകത്ത് നമ്മൾ ബ്രീത്തിങ് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ടാണ് ബ്രീത്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചെറിയ നീർവീക്കമോ കാര്യങ്ങളോ ഉണ്ടാവും. ആസ്മയുടെ ബേസിക് പത്തോളജി എന്ന് പറയുന്നത് തന്നെ ഈ ശ്വസനനാളങ്ങളിൽ, ബേസിക്കലി ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിനുള്ളിൽ, എയർവേസിനുള്ളിൽ വരുന്ന ഇൻഫ്ലമേഷനാണ്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർവീക്കം. ബേസിക്കലി ഈ എയർവേസ്, നോർമലായിട്ടിരിക്കുന്ന ഒരു എയർവേസിന് ഒരു സർട്ടൺ ഡയമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വാൾസിൽ, ഭിത്തികളിൽ ഈ പ്രൊട്ടക്റ്റീവായിട്ടുള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഗ്ലാൻസ് ഉണ്ട്, ഗ്രന്ഥികളുണ്ട്. പക്ഷേ ആസ്മയുള്ള കുട്ടികളിൽ ഈ ഗ്രന്ഥികളുടെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ നോർമലായിട്ട് നമുക്ക് പ്രോബ്ലം ഇല്ലാത്ത തരത്തിലുള്ള അലർജൻസ് ആണെങ്കിലും ഇവർക്കത് അലർജൻസ് ആയിട്ട് ബാധിക്കും. ഒരു നോർമൽ വ്യക്തിക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് അലർജൻസ് ആയിരിക്കും. ഒരു ചെറിയ സ്മെല്ല് വന്നാൽ പോലും ഈ ഗ്ലാൻസ് കാരണം കൂടുതലായിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും, കഫം കൂടുതലായിട്ട് പുറപ്പെടുകയും. അത് കൂടാതെ തന്നെ അതിൻ്റെ മറ്റൊരു പെത്തോളജി എന്ന് പറയുന്നത്, പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ അലർജനെ എക്സ്പെൽ ചെയ്യാനായിട്ട് ഈ ശ്വാസനാളങ്ങളെല്ലാം ചുരുങ്ങും. അപ്പം ബ്രോങ്കോ കൺസ്ട്രക്ഷനും ഉണ്ടാകും, അതോടൊപ്പം തന്നെ കൂടുതലായിട്ടൊരു മ്യൂക്കസ് പ്രൊഡക്ഷനും ഉണ്ടായിരിക്കും. ഈ രണ്ട് പ്രോസസ്സും വരുമ്പോൾ തന്നെ നമ്മുടെ പിന്നീടുള്ള ശ്വസന പ്രക്രിയ കൂടുതൽ ബുദ്ധിമുട്ടേറിയതായിരിക്കും. അപ്പം ആ ചെസ്റ്റിലുള്ള ടൈറ്റ്നസ് അല്ലെങ്കിൽ വീസിങ്, ചുമ, കഫം കൂടുതലായിട്ട് വരിക, അല്ലെങ്കിൽ ചുമ പ്രൊഡക്റ്റീവ് കഫമായിരിക്കും, പക്ഷേ എന്നിരുന്നാലും കഫം പുറത്തോട്ട് കളയാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥ വരുന്നത് യൂഷ്വലി ആസ്മയുടെ മാനിഫെസ്റ്റേഷൻസ് ആണ്. പലപ്പോഴും ഇതൊരു ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആകുമ്പം, അതായത് തുടക്കത്തിലെ മാനിഫെസ്റ്റേഷൻസിൽ പലപ്പോഴും കുട്ടിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, മാതാപിതാക്കൾക്കോ മനസ്സിലായെന്ന് വരില്ല. പിന്നെ പലപ്പോഴും ഒരു ഫസ്റ്റ് എപ്പിസോഡ് വളരെ സിവിയറായിട്ട് വരുന്ന അവസ്ഥ വരാറുണ്ട്. പലപ്പോഴും ഒട്ടും ശ്വാസം കിട്ടാത്തൊരു അവസ്ഥയിൽ പലപ്പോഴും കുട്ടികളെ കാഷ്വാലിറ്റി എമർജൻസി മെഡിസിനിൽ കൊണ്ടുവന്ന് നെബുലൈസേഷനും കാര്യങ്ങളും കൊടുക്കുന്ന അവസ്ഥയും പലപ്പോഴും കാണാറുണ്ട്. ഇതൊക്കെയാണ് യൂഷ്വൽ സിംറ്റംസ്, ഈ അലർജിക് ആസ്മയുടെ യൂഷ്വൽ സിംറ്റംസ് വരുന്നത്. പിന്നെ ഈ എല്ലാ അലർജിക് മാനിഫെസ്റ്റേഷനുള്ള കിഡ്സിനും ബ്രോങ്കിയൽ ആസ്മ ഫ്യൂച്ചറിൽ വരും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും വരുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വരില്ല എന്നും എക്സ്ക്ലൂഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ്, ഈ ചെറിയ ചെറിയ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലിരിക്കേണ്ടത്. അലർജി ഒരു തരത്തിലുള്ളെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു അലർജി ഉള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കുട്ടി ഈ റെസ്പിറേറ്ററി അലർജി, ആസ്മയുടെ എല്ലാ സിംറ്റംസും മനസ്സിലാക്കിയിരിക്കേണ്ടത് നിർബന്ധമാണ്. ബിക്കോസ് ലങ്സ് ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ഓർഗനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് ഓക്സിജൻ, ബ്ലഡിനകത്തോട്ട് ഓക്സിജൻ കൊടുക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ലങ്സ്, ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കുറയുന്ന തരത്തിൽ ഈ ആസ്മയോ ഫോർ ദാറ്റ് മാറ്റർ എന്ത് അസുഖമോ വന്നു കഴിഞ്ഞാൽ തന്നെയും ബേസിക്കലി ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ഓൾ ദ ഓർഗൻ ഫങ്ഷൻസ്. ഈവൻ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാതും മോശമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആസ്മയുടെ ഓരോ ചെറിയ സിംറ്റംസും നമുക്ക് മനസ്സിലാക്കുകയും അത് ഏർലി സ്റ്റേജിന് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ രണ്ട് കാര്യങ്ങളും, ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷനും ഈ മ്യൂക്കസ് പ്രൊഡക്ഷനും നമ്മൾ കണ്ടുപിടിക്കാതെ ഇരിക്കുന്ന ഒരു സ്റ്റേജ്, ലൈക്ക് നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു 3 ദിവസം മരുന്ന് കഴിക്കുകയോ 5 ദിവസം മരുന്ന് കഴിച്ച് അത് പാർഷ്യലി മാറുകയും സിംറ്റം റിലീഫ് വരികയും എന്നാൽ കംപ്ലീറ്റ് ഒരു ക്യൂർ അല്ലെങ്കിൽ ഒരു റിലീഫ് ഈ എയർവേസിന് വരാതിരിക്കുന്ന ഒരു സ്റ്റേജ്, ഈ റിക്കാണ്ടായിട്ട് ഇങ്ങനെ ഓരോ തവണയും അലർജൻ എക്സ്പോഷർ വരുമ്പം ബ്രോങ്കോ കൺസ്ട്രക്ഷനും പിന്നെ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ അത് വീണ്ടും വികസിക്കുന്ന ഒരു അവസ്ഥയും വന്നു കഴിഞ്ഞാൽ
ഒരു പ്രൊലോങ്ഡ് പീരീഡിൽ ഇരുന്ന് കഴിയുമ്പം അത് ലങ്സിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും കുട്ടികളുടെ. അതുമാത്രമല്ല ഈ ചുറ്റുമുള്ള മസിൽസ്, ഈ ശ്വാസനാളത്തിൻ്റെ ഉള്ളിലുള്ള ചുറ്റുമുള്ള മസിൽസിൻ്റെ കട്ടി കൂടും. അങ്ങനെ കട്ടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫിക്സഡ് എയർവേ ഒബ്സ്ട്രക്ഷനായി മാറും. പിന്നെ ലങ്സിൻ്റെ കപ്പാസിറ്റി നമുക്ക് വേണ്ട വിധത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയും ഇതിൻ്റെ ഇൻഫ്ലമേഷനെ, അതായത് ഈ ശ്വാസനാളത്തിൻ്റെ ഉള്ളിലുള്ള ഇൻഫ്ലമേഷനെ, അതായത് നീർക്കെട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും ഒരു ടെമ്പററി മെഷർ എന്നുള്ള രീതിയിൽ പലപ്പോഴും സാധാരണ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഗുളികയായിട്ടോ സിറപ്പായിട്ടോ അല്ലെങ്കിൽ ഈവൻ ഒരു ഇൻഹേലറായിട്ടോ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. പല രോഗികളും ഇപ്പം നമ്മൾ ഇന്നലെ കൂടെ കണ്ടതാണ്, റിക്കറൻ്റായിട്ട് ഇപ്പം ഒരു ഷോർട്ട് ആക്ടിങ് ഇൻഹേലേഴ്സ് ഉപയോഗിച്ച് സിംറ്റം റിലീഫ് വരാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇൻഹേലറിനെ പഴി പറയുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇൻഹേലർ എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഹേലർ തെറാപ്പി എന്ന് പറയുന്ന ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഹേലറിൻ്റെ ഉള്ളിലുള്ള മരുന്നുകളിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തരത്തിൽ ഇൻഹേലർ തെറാപ്പീനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് റിലീവർ മെഡിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് സിംറ്റംസ് വരുന്ന സമയത്ത് റിലീവ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ്. അതെല്ലാം ഷോർട്ട് ആക്ടിങ് മെഡിസിൻസ് ആണ്. നമ്മുടെ അസുഖത്തിൻ്റെ പ്രോഗ്രഷനെ അത് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് റിലീഫ് തരാനുള്ള മെഡിസിൻസ് മാത്രമാണത്. ഈ റിലീഫ് തരാനുള്ള മെഡിസിൻസ് നമ്മൾ കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ല, മറിച്ച് ഉപദ്രവം ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻഹേലറിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ആ മരുന്നുകളോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടും. എന്നിട്ടാണ് പലപ്പോഴും പലരും ഓൾട്ടർനേറ്റീവ് മെഡിസിനിലോട്ട് പലപ്പോഴും പോവുകയും പിന്നീട് അത് വിട്ടുമാറാത്തൊരവസ്ഥ വരുമ്പം തിരിച്ച് എത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഈ റിലീവർ മെഡിക്കേഷൻസ് അല്ലാതെ തന്നെ വരുന്ന ഒരു ഗ്രൂപ്പാണ് കൺട്രോളർ മെഡിക്കേഷൻസ്. ഈ കൺട്രോളർ മെഡിക്കേഷൻസ് ആണ് ബേസിക്കലി ആസ്മയുടെ പെത്തോളജി, അതായത് നമ്മുടെ ഈ നീർക്കെട്ടിനെയും ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷനെയും അഡ്രസ്സ് ചെയ്ത് അത് രണ്ടാമത് വരാതിരിക്കാൻ നോക്കുന്ന മെഡിസിൻസ് ഈ എന്താ പറയുക കൺട്രോളർ മെഡിക്കേഷൻസ് ആണ്. ഈ കൺട്രോളർ മെഡിക്കേഷൻസ് റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥ, അത് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ സ്റ്റേജ് ചെയ്ത് സിംറ്റംസ് എല്ലാം സ്റ്റേജ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കൺട്രോളർ മെഡിക്കേഷൻസ് വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കുന്നത്. പിന്നെ ഈ സ്പെസിഫിക് ആയിട്ട് ഇപ്പം അലർജി ടു ഡസ്റ്റ് അല്ലെങ്കിൽ അലർജി ടു മൈറ്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്താൽ കംപ്ലീറ്റ്ലി മാറും എന്ന് പറയാൻ പറ്റുമോ? അതിനെ അവോയ്ഡ് ചെയ്താൽ കംപ്ലീറ്റ്ലി മാറും. പക്ഷേ അത് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ഈസിലി സെഡ് ദാൻ ഡൺ. അപ്പം ഒരു സ്പെസിഫിക് അലർജി മാത്രമൊക്കെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള കാര്യങ്ങളിൽ ചെയ്ത് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ മൾട്ടിപ്പിൾ അലർജൻസ് എല്ലാം പോസിറ്റീവായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാം. പക്ഷേ അത് കൂടുതൽ കുട്ടികളിൽ നമുക്ക് കൂടുതൽ ടൈം കൺസ്യൂമിങ്ങും കോസ്റ്റും ഇൻക്വയർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇമ്മ്യൂണോതെറാപ്പിയിൽ യൂഷ്വലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. മെഡിസിൻ വായിൽ വെച്ചിട്ട് നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പി നമ്മളിപ്പം ഡസ്മൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡസ്മൈറ്റിനെതിരെയുള്ള ഇത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയുള്ള ഇതാണ് ഇഞ്ചക്റ്റബിൾ ഇമ്മ്യൂണോതെറാപ്പീസ് നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യമാണ്. അത് പ്രൊലോങ്ഡ് കോഴ്സ് ആയിരിക്കും. ഒരു ഇഞ്ചക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് 2-3 ഇഞ്ചക്ഷൻ കൊണ്ടോ തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെയുള്ള ഈ ലിസ്റ്റിൽ കംപ്ലീറ്റ് വരുന്ന ആളുകൾക്ക് ഇപ്പം കൂടുതലായിട്ട് നമ്പർ ഓഫ് അലർജൻസ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റി-IgE തെറാപ്പിയാണ്. ആൻറ്റി-IgE തെറാപ്പി വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അതും സ്പെസിഫിക് ക്രൈറ്റീരിയ ഫിറ്റ് ആകുന്ന, അതായത് ഒട്ടും സിംറ്റം റിലീഫ് വരാത്ത, ഇപ്പം ഇൻഹേലേഴ്സ് ആയാലും ശരി നമുക്ക് ഗുളികകളായാലും ശരി ഇതൊന്നും വെച്ചിട്ടും സിംറ്റം റിലീഫ് വരാത്ത ആളുകൾക്കാണ് നമ്മൾ പലപ്പോഴും IgE തെറാപ്പി കൊടുക്കേണ്ടി വരുന്നത്. അതും ഒരു ഡോസിൽ മാത്രം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അതിനും സ്പെസിഫിക് ആയിട്ട് 2 ആഴ്ച മുതൽ 4 ആഴ്ച കൂടെ ഇഞ്ചക്ഷൻസ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും.
അതെല്ലാം ബേസിക് IG ലെവൽ അറിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. ആസ്മ ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആസ്മ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പിൾ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, സ്പൈറോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാവുന്ന കാര്യമാണ്. 10 മിനിറ്റോ 15 മിനിറ്റ് കൊണ്ടോ ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ PFTയിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള എയർവേ ഒബ്സ്ട്രക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്യാം. അതിന് തന്നെ നമുക്ക് ലങ്ങിൻ്റെ കപ്പാസിറ്റി കുറവുണ്ടോ, ലങ്ങിൻ്റെ ഫങ്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ കുട്ടിയുടെ സിംറ്റംസും കാര്യങ്ങളും, അതായത് കൂടെയുള്ള സിംറ്റംസ് ഉണ്ട്, ഒട്ടും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, ഒരാഴ്ച സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മുടക്കം വരുന്നു, അങ്ങനെയുള്ളൊരു അവസ്ഥ വരുന്ന ഒരു രീതി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൺട്രോളർ മെഡിക്കേഷൻസ് ഉപയോഗിക്കേണ്ട കാറ്റഗറിയിലുള്ള ആളുകളാണ്. ഈ യങ് ഏജിൽ തന്നെ നമ്മളിപ്പോൾ ഇൻഹേലർ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു, 3 months കൊടുത്തു, PFT ബിക്കംസ് നോർമൽ, എന്നാൽ ബ്രോങ്കിയൽ ആസ്മ കൺട്രോൾഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബ്രോങ്കിയൽ ആസ്മ കൺട്രോൾഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബ്രോങ്കിയൽ ആസ്മ മാറി എന്ന് പറയാൻ പറ്റില്ല. ബ്രോങ്കിയൽ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷനാണ് ബേസിക്കലി, എസ്പെഷ്യലി ഈ അറ്റോപിക് ആസ്മ, അലർജിക് ആസ്മ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ. പിന്നെ നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ്, സാഹചര്യങ്ങൾ, നമ്മൾ ശ്വസിക്കുന്ന എയറിൻ്റെ പ്യൂരിറ്റി, ഇതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ കൺട്രോൾ വരുന്നത്. വെറും മെഡിസിൻസ് കൊണ്ട് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 3 months കൊണ്ട് നമുക്ക് PFT നോർമൽ ആക്കണം അങ്ങനെയല്ല അതിൻ്റെ ഉള്ള ഒരു പ്രോട്ടോക്കോൾ. ബേസിക്കലി നമുക്ക് ഈ പറയുന്ന വ്യക്തിക്ക്, ഈ രോഗിക്ക് സിംറ്റംസ് റിലീഫ് വരണം. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ലങ് ഫങ്ഷനും ഇംപ്രൂവ്ഡ് ആയിട്ട് നിൽക്കണം. യൂഷ്വലി നമുക്ക് ആസ്മയുള്ള രോഗികൾക്ക് ഒരു ഇൻഹേലറിൻ്റെ ഡോസും മരുന്നുകളുടെ ഡോസും വളരെ കുറവാക്കി നിർത്തിയിട്ട് അവരുടെ ലങ് ഫങ്ഷൻ ആഡിക്വേറ്റ് ആയിട്ട്